അഭിഷേക്, വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് നമ്മുടെ സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്ന് വരുന്നത്. കാസർഗോഡ് സ്വദേശിനിയായ 24 വയസ്സുകാരിയായ ജസീല ഉം, മനംതൊന്ത് മോഷണക്കുറ്റം അവർക്ക് മേൽ ആരോപിക്കുകയായിരുന്നു ഉം. അയൽവാസികൾ. ഒപ്പം ഭർത്തൃ വീട്ടുകാരും ഈ ഒരു ഇതിനോട് ചേർന്ന് നിന്നു എന്ന് പറയുന്നു. പോലീസ് വേണ്ട പോലെ ജസീലയെ കേട്ടില്ല എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെ ചോദ്യം ഈ ചെയ്തു. കുട്ടിയെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുന്നു. എന്തായാലും കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്താണ് ഈ വിഷയങ്ങളെപ്പറ്റി പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ ഒന്ന് പറയാമോ? ചേട്ടാ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തൊരു മനുഷ്യൻ തങ്ങൾ മനസാ വാചാ കർമ്മണ അറിയാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ സമൂഹം ഒറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് മുന്നിൽ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ മറ്റൊരു വഴിയുമില്ല എന്ന ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം അവസാനിപ്പിക്കുക എന്ന അവസാനത്തെ തീരുമാനത്തിലേക്ക് കടക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും ഇങ്ങനെയുള്ള കേസുകളിൽ ഏറ്റവും അവസാനത്തെ ഒരു ഇരയാണ് ഇപ്പോൾ നാലത്തടുക്ക സ്വദേശിനിയായിട്ടുള്ള 24 വയസ്സ് മാത്രം പ്രായമുള്ള ജസീല എന്ന് പറയുന്ന യുവതി. 24 വയസ്സാണ് ഇവരുടെ പ്രായം. 6 വയസ്സും 4 വയസ്സും മാത്രം പ്രായമുള്ള 2 കുഞ്ഞുമക്കളുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നത് ഏത് പ്രായത്തിലാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കാരണം ഒരു ചെറിയൊരു പ്രായത്തിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് മുൻപേ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു. ഒരു പക്ഷേ അവരുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം, സമുദായത്തിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചു വളർന്നതുകൊണ്ടായിരിക്കാം ആ ഒരു പ്രദേശം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടി പെട്ടെന്ന് താൻ ചെയ്തിട്ടില്ലാത്ത, മനസാവാച അറിഞ്ഞിട്ടില്ലാത്തൊരു കൃത്യം താൻ ചെയ്തു എന്ന പേരിൽ പഴികേൽക്കുക മാത്രമല്ല, സമൂഹത്തിൽ വീട്ടുകാർക്ക് മുന്നിൽ, നാട്ടുകാർക്ക് മുന്നിൽ, ബന്ധുക്കാർക്ക് മുൻപിലെല്ലാം താനൊരു മോഷ്ടാവാണ്, കള്ളനാണ്, അല്ലെങ്കിൽ കള്ളിയാണ് എന്ന പേരിൽ ആരോപണം നേരിടേണ്ടി വരുമ്പോൾ അതിനെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ മറ്റൊരു മാർഗവും തനിക്ക് മുന്നിലില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി കഴിഞ്ഞ 15-ാം തീയതി വീട്ടിൽ വെച്ച്, സ്വന്തം വീടായ നാലത്തടുക്കയിലെ വീട്ടിൽ വെച്ച് ഇവർ വിഷം കഴിക്കുന്നു. എലിവിഷമാണ് കഴിച്ചത്. എലിവിഷം കഴിച്ച് ഏകദേശം ഒരു ആഴ്ചയോളം മരണത്തോട് മല്ലടിച്ച് കഴിഞ്ഞ 20-ാം തീയതി, അതായത് വെള്ളിയാഴ്ച, ഇവർ നമ്മുടെ ഇന്ദിരാനഗറിലെ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുന്ന ഒരവസ്ഥ. നമുക്ക് ഇതുമായിട്ട് കൂട്ടി വായിക്കാൻ പല ഉദാഹരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ കേരളത്തിലേറെ വിവാദമായൊരു സംഭവമായിരുന്നു നമ്മുടെ പയ്യന്നൂർ വെച്ച ഒരു സ്വകാര്യ ബസ്സിൽ ദീപക് എന്ന് പറയുന്ന കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ലൈംഗിക ചേഷ്ട നടത്തി, ഒരു സ്വകാര്യ ബസ്സിൽ ലൈംഗിക ചേഷ്ട നടത്തി എന്നൊരു യുവതി ആരോപണം ഉന്നയിക്കുന്നു. ആ യുവതി അത് വീഡിയോ ആക്കി പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അങ്ങനെ താൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരു സ്ത്രീ പീഡകനായി, ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരാൾ എന്ന രീതിയിൽ സമൂഹം വ്യാഖ്യാനിച്ചപ്പോൾ ആ ഒരു മനുഷ്യൻ സ്വന്തം വീട്ടിലൊരു മുഴം കയറിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഈ ജസീല എന്ന് പറയുന്ന ഈ 24 വയസ്സുകാരിയായുള്ള പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിയമം എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് മുന്നിൽ, നമുക്ക് നിരപരാധിത്വം ബോധിപ്പിക്കാൻ വേണ്ടി ഉണ്ട് എന്നൊരവസരത്തിൽ പോലും ചിലർക്ക് നീതി നിഷേധം അതൊരു ഓർമ്മപ്പെടുത്തലായി അത് അവസാനം ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നു എന്ന് പറയുന്നൊരു കാര്യം അതീവ സങ്കടകരം തന്നെയാണ്. ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീടാണ് ഈ ബോവിക്കാനം പൊവ്വലുള്ള ഭർത്തൃവീട്. ഈ ഭർത്തൃവീട്ടിലേക്ക് വിവാഹം ശേഷം എത്തിയ ഈ പെൺകുട്ടി പഠനാവശ്യത്തിനായി അടുത്തുള്ള ഭർത്താവ് അമീറാണ്. ഇദ്ദേഹത്തിൻ്റെ ജോലി വിദേശത്താണ്, ഗൾഫിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇദ്ദേഹത്തിൻ്റെയും ഈ പെൺകുട്ടിയുടെയും സുഹൃത്താണ്, അഫ്രീദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥിരമായി പഠനാവശ്യത്തിന് വേണ്ടി ഈ പെൺകുട്ടി പോകുമായിരുന്നു. അങ്ങനെ പഠനാവശ്യത്തിന് പോയതിൻ്റെ പേരിൽ ആ ഒരു വീട്ടിൽ നിന്ന് ഏകദേശം 9.5 പവനോളം സ്വർണ്ണാഭരണം കാണാതെ പോകുന്നു. ഈ ഒരു സമയത്ത് സ്വർണത്തിന് ലക്ഷവും കടന്ന് വില നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 9.5 പവൻ ആ വീട്ടിൽ നിന്ന് കാണാതെ പോയി എന്നാണ് അവരുടെ ആരോപണം. അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് ഇനി ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. അത് ഈ ഭർത്തൃവീട് ആദൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് വരുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതെന്ന പേരിൽ ഈ അഫ്രീദിന്റെ മാതാവും പിതാവും കൂടി നേരെ ഈ ആദൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ഇൻറ്റിമേഷൻ കൊടുക്കുന്നു. പക്ഷേ ഇതൊരു FIR ഇട്ടിട്ടില്ലാത്തൊരു കേസാണ്. അങ്ങനെ പോലീസ് ഈ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി വിളിപ്പിക്കുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതുമായിട്ട് സഹകരിക്കാൻ ആ പെൺകുട്ടി പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൽ പല പൊരുത്തക്കേടുകളുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ ഒരു വനിതാ പോലീസിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു വനിതാ ഉദ്യോഗസ്ഥ അവിടെ സന്നിഹിതരായിരിക്കുന്ന അവസരത്തിൽ വേണം ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി ഒരു സ്ത്രീയെ, 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വിളിപ്പിക്കാൻ. പക്ഷേ അക്കാര്യത്തിലൊരു നിയമവിരുദ്ധമായ ഒരു അനാസ്ഥ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ ഈ സ്റ്റേഷനിൽ പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷവും ഈ മോഷണം നടന്നു എന്ന് പറയപ്പെടുന്ന വീട്ടിലെ ആൾക്കാർ ഈ പെൺകുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ഇവരുടെ ഭർത്തൃ വീട്ടിലെത്തി നിരന്തരം ഇവർ കള്ളിയാണ്, ഇവർ തന്നെയാണ് മോഷ്ടിച്ചത് എന്ന പേരിൽ അവർ നിരന്തരം ഈ പെൺകുട്ടിക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. കൂടാതെ സമീപത്തുള്ള ബന്ധുക്കാരോടും അതുപോലെ തന്നെ അയൽവാസികളോടും എല്ലാം ഈ പെൺകുട്ടിയാണ് കള്ളി എന്ന രീതിയിൽ, അല്ലെങ്കിൽ മോഷ്ടാവ് എന്ന രീതിയിൽ അവിടെയൊക്കെ വലിയ രീതിയിൽ പ്രചാരണം നടത്തി.
ഇതിലൊക്കെ മനം നൊന്താണ് ഈ പെൺകുട്ടി സ്വന്തം വീടായ നാലത്തടുക്കയിലെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ വെച്ചാണ് ഒരു വീഡിയോ, ആ വീഡിയോ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. ആ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെയധികം സങ്കടത്തോടെയാണ് ആ വീഡിയോ ചിത്രീകരിക്കുന്നത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ. മരണമൊഴിയായിട്ടൊക്കെ ആ വീഡിയോ അതെ, അതിനുശേഷം ഈ പെൺകുട്ടി മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ, അതായത് ആസ്റ്റർ മിംസിൽ കിടക്കുമ്പോൾ, ഇന്ദിരാനഗറിലെ ആസ്റ്റർ മിംസിൽ കിടക്കുമ്പോൾ മജിസ്ട്രേറ്റ് എത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ 15-ാം തീയതിയാണ് ഈ ഒരു വിഷം കഴിക്കുന്നത്. അതിനുശേഷം ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞാണ് ഇവർ മരണപ്പെടുന്നത്. ആശുപത്രി കിടക്കയിലെത്തി മജിസ്ട്രേറ്റ് മരണമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എത്രത്തോളം ഈ പറയപ്പെടുന്ന ഭർത്താവിനെതിരെ അടക്കം, ഭർത്താവിൻ്റെ കുടുംബത്തിനെതിരെ അടക്കം ആരോപണങ്ങൾ ഈ പെൺകുട്ടി ആ വീഡിയോയിൽ ഉന്നയിക്കുന്നുണ്ട്. കാരണം തന്നെ ഒറ്റപ്പെടുത്തി, അതോടൊപ്പം തന്നെ ചെയ്യാത്ത തെറ്റിനെ ഒരു മോഷ്ടാവാക്കി ചിത്രീകരിച്ചു. അതുകൂടാതെ മറ്റ് പുരുഷന്മാരോടൊപ്പം കോഴിക്കോട് പോയി റൂമെടുത്തു. അങ്ങനെ പരപുരുഷ ബന്ധമടക്കമുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും അടക്കം ആരോപണങ്ങൾക്ക് കൂട്ടുനിന്നു തന്നെ ഉപദ്രവിക്കാൻ. അത് മാനസികമായിട്ട് എത്രത്തോളം വിഷമം ഉണ്ടാക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കാരണം 18 വയസ്സിൽ വിവാഹിതയായ ഒരു പെൺകുട്ടി, 6 വയസ്സും 4 വയസ്സും മാത്രം പ്രായമുള്ള 2 പിഞ്ച് കുഞ്ഞുങ്ങളുടെ അമ്മ, 24 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ 6 വയസ്സും 4 വയസ്സും മാത്രം പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ പെൺകുട്ടി അത് ഒരു തരത്തിലും മോശം പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിക്ക് ആ ഒരു ജീവിതം ആണ് നയിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഏറ്റവും അവസാനമായി ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊരു വിശ്വാസം ആർക്കും ഉണ്ടാകും. കാരണം ഇങ്ങനെ ഒരു അലിഗേഷൻ വരുമ്പോൾ അതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് കുടുംബവും കൂട്ടുകാരുമാണ്. അവരുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ പിന്തുണ തൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിക്കുക മാത്രമാണ് തനിക്ക് നിരപരാധിത്വം തെളിയിക്കാനുള്ള ഏക പോംവഴി എന്നൊരു തീരുമാനത്തിലേക്ക്, കടുത്ത ചിന്തയാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ വാർത്താക്കുറിപ്പിന് താഴെയൊക്കെ എഴുതി കാണിക്കാറുണ്ട്. പക്ഷേ ഇവരോടൊപ്പം എത്ര മാത്രം നമ്മുടെ സിസ്റ്റം കൂട്ടുനിന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ദീപകിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണെങ്കിലും ഇപ്പോൾ ഷിംജിത ആ ഒരു കേസിന് ശേഷം ജാമ്യത്തിലിറങ്ങി. അവർക്ക് ഈ കേസിൽ യാതൊരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല. കാരണം ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്ന ഒരു സാധനം തെളിയിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു കേസിലും ഈ അഫ്രീദി എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അവിചാരിതമായി പോകുന്ന പെൺകുട്ടി അവിടെ നിന്ന് 9.5 പവനോളം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ അവിചാരിതമായിട്ട് പഴികേൽക്കേണ്ടി വരുന്നു. അതിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഈ ഒരു തന്നെ ഈ സമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടി തന്നെ ഈ യാദൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻറ്റിമേഷൻ, ഒരു എതിർ പരാതി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ പരാതി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അവിടെയും ഇവർക്ക് അവഹേളനമായിരുന്നു. കാരണം ആ മോഷ്ടാവ് നിങ്ങളാണ് എന്ന തരത്തിൽ തന്നെ ആ പെൺകുട്ടിയോട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തനിക്കിനി നീതി കിട്ടാൻ യാതൊരു വഴിയുമില്ല, ഇനി ജീവിതം അവസാനിപ്പിക്കുക മാത്രമാണ് പോംവഴി എന്നൊരു ചിന്തയിലേക്ക്, കടുത്ത തീരുമാനത്തിലേക്ക്. ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ അവസാന തീരുമാനം ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം. ആ കുട്ടികളെയും കൂടി മരണത്തിലേക്ക് കൂട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിലും ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടായിരുന്നു. തൻ്റെ കുട്ടികളുടെ കാര്യവും സംശയമാണ്, ഇങ്ങനെയുള്ള കുട്ടികളെയും കൂട്ടി മരണത്തിലേക്ക് പോവുകയാണെന്ന രീതിയിലാണ് അവിടെയൊക്കെ സംസാരിച്ചത്. പക്ഷേ ഭാഗ്യവശാൽ ആ കുട്ടികൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാലും ജസീലയുടെ മരണം എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. അതിൽ കുറ്റക്കാരായിരിക്കുന്നത് ഒരുപോലെ നമ്മുടെ സിസ്റ്റവും അതുപോലെ തന്നെ ഇവരെ ഇതിലേക്ക് വലിച്ചിടാൻ, ഒരുപക്ഷെ ആ വീട്ടിൽ നിന്ന് മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ആ വീട്ടുകാർ തന്നെ മാറ്റിയതാണെങ്കിൽ ഈ പോയ ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് മരണം അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മരണത്തോടെ വിശുദ്ധയാകാനായിരുന്നു ആ പെൺകുട്ടിയുടെ തീരുമാനം. അങ്ങനെ ഒന്നും അറിയാത്ത ലോകത്തേക്ക് അവൾ പോയി. ഇപ്പോൾ ആ ഭർത്താവ്, കൂടെ നിൽക്കേണ്ട ഭർത്താവ് അമീർ, അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹത്തിൻ്റെ പേരടക്കം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ ആൺ സുഹൃത്തായിട്ടുള്ള അഫ്രീദിനെയും അവരുടെ മാതാപിതാക്കളെയും അടക്കം വിളിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് എന്തായാലും ആ ഒരു വീട്ടിൽ നിന്ന് പോയ മോഷ്ടിക്കപ്പെട്ട ആഭരണം ആരാണ് എടുത്തതെന്നറിയണം. എന്നാലേ പൂർണ്ണമായിട്ട് പെൺകുട്ടി അല്ല എന്നുള്ള ഒരു ചിത്രം സമൂഹത്തിന് മുന്നിൽ വെളിവാകുകയുള്ളൂ. എന്തായാലും നിർഭാഗ്യകരമായ സംഭവമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ സ്വന്തം കുടുംബമെങ്കിലും അറ്റ്ലീസ്റ്റ് സത്യം അറിയുന്നത് വരെയെങ്കിലും കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. അതിനും കഴിഞ്ഞില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി. ഏതായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, ഇത് ഒന്നിൻ്റെയും അവസാനമല്ല, പല പ്രശ്നങ്ങളുടെയും തുടക്കമാണെന്ന് പ്രേക്ഷകരും ഒക്കെ മനസ്സിലാക്കുക. എന്തായാലും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇത്ര ഗുരുതരമായ ഒരു കൃത്യവിലോപം നടന്നു എന്ന് പറയപ്പെടുന്ന ഈ പോലീസ് സ്റ്റേഷനെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ഇതിപ്പോൾ ആദൂർ പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു നിർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ നടന്നത്. പക്ഷേ ഈ പെൺകുട്ടി വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ അന്വേഷണം നടക്കേണ്ടത്. അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മരണമൊഴി അടക്കം കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിശദമായ കാര്യങ്ങൾ എന്തെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നതടക്കം വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്നീ അവസരത്തിൽ. അതെ.